എവിടെ പോയി കിടക്കുന്നത്? ആണ്ട നിക്കുന്നു. ഇങ്ങോട്ട് വന്നാണ്. എന്തോന്ന്? ഒരു അത്യാവശ്യമുണ്ട്, നീ ഇനി വന്ന്. ഇവിടെ നിന്ന് പറ. രഹസ്യമില്ലേ, സീക്രട്ട്. ഇവിടെ നിന്ന് പറഞ്ഞ ആൾക്കാരും കേൾക്കൂലേ, അതിലെ അങ്ങോട്ട് വരാൻ പറയണത്. എനിക്ക് അരിയാനും പറക്കാനൊക്കെ കിടക്കണം അമ്മ, കുറെ ഉണ്ട്. അത് പിന്നെ ചെയ്താലും മതിയല്ല. എന്തോന്ന്? പിന്നെ ഞാനേ നമ്മുടെ വാലഞ്ചേരിയിലെ സുഭദ്ര ചേച്ചിയല്ലേ, ചേച്ചിയുടെ കൂടെ ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോയി. ചറയൻകീഴ്. ഞാൻ പോയതല്ല, അവര് പോയപ്പോ എന്നെ കൂടെ കൂട്ടിയതാണ്. അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്തിനെന്നറിയാമോ? എന്തോന്ന്? ക്യൂ ആണ്, ക്യൂ. 1 കിലോമീറ്ററോളം മനുഷ്യരിങ്ങനെ നിക്കേണ് ഈ ജോത്സ്യനെ കാണാൻ. ഇതാണോ സീക്രട്ട് എന്ന് പറഞ്ഞത്? സീക്രട്ട് ഇതല്ല. പിന്നെ അതായത് ഈ ജോത്സ്യന്റെ കയ്യില് ഒരു വലംപിരി ശംഖുണ്ട്. ശങ്ക? വാ, വലംപിരി ശംഖ്. അത് ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉള്ളേണെന്ന്. അപ്പൊ ജോത്സ്യര് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ പറയണേണ്, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ സമയവും നാളും ദിവസവും ഒക്കെ പറഞ്ഞ് ഈ ഒരു ശംഖ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാന്ന്. എല്ലാം, നമ്മുടെ പൈസ, നമ്മുടെ മാനം, എല്ലാം, നമ്മുടെ സമയം എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂന്ന് പറയണു. ഇതൊക്കെ ഉള്ളത് തന്നെ? ഉള്ളതൊക്കെ തന്നെയല്ല, പിന്നെ ഞാൻ എന്തിനു പറയാനാണ്. നമ്മൾ എന്തിനാണോന്ന്? പക്ഷെ വേറൊരു കുഴപ്പമുണ്ടോക്കളെ. എന്തോന്ന്? നമ്മളെ കൂട്ടിയാ കൂടില്ലാത്ത പൈസയാണ് അവരിപ്പൊ പറയണത്. എത്ര? 25,000 രൂപ. എന്തോന്ന്? എന്തോന്ന്? ഞാൻ കൊടുക്കണോന്നാ? 20. പിന്നെ ആര് കൊടുക്കാൻ? ഒന്ന് പോവാൻ വേണേറ്റ്. സ്വന്തമായിട്ട് തുണി വാങ്ങിച്ചിട്ടുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല. പിന്നെ 25,000 രൂപ നിന്റെ എടുക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഞാനൊരു വഴി പറഞ്ഞു തരട്ട്. എന്തോന്ന്? പിന്നെ നമുക്ക് സുഹാസിനിയൊക്കെ തന്നെ ഒരു 25,000 രൂപ കടം മേടിച്ചാൽ ഈ കാര്യമൊന്നും പറയണ്ട. ഒന്ന് പോവാൻ വേണേറ്റ്. അമ്മ ചോദിക്കൊന്നും വേണ്ട, അതൊന്നും ശരിയാവൂല. അതുകൊണ്ടേ 41 ദിവസത്തിനകം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് വരുമെന്നാണ് ജോത്സ്യൻ കട്ടായം പറഞ്ഞേക്കണത്. എന്ത് ചെയ്യുമെന്ന് നീ ആലോചിച്ചോ. വലംപിരി ശംഖ് നമുക്ക് വീട്ടിൽ കൊണ്ടുവരണം. ഇതൊക്കെ ഉള്ളത് തന്നെ അമ്മ. ഉള്ളത് തന്നെ അല്ലാതെ പിന്നെ ഞാൻ വെറുതെ വന്ന് പറയൂ? അവിടെ ചെന്ന് നോക്കുമ്പോണ്ടല്ല, ആ ജോത്സ്യന്റെ വീടിന്റെ ഭിത്തിയിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ വെച്ചേക്കണേണ് ഈ വലംപിരി ശംഖും പിടിച്ചുകൊണ്ട്. രാഷ്ട്രീയക്കാര്, സിനിമാക്കാര്, വലിയ വലിയ നേതാക്കന്മാര്, അമിതാഭ് ബച്ചൻ വരെ നിക്കേണ് ഇതിങ്ങനെ പിടിച്ചോണ്ട്. ചിലപ്പോ പരസ്യമായിരിക്കും. ഒരു പരസ്യവും അല്ല, അയാളിത് മേടിച്ചതിന് ശേഷമാണ് അയാൾക്ക് ഈ കാണുന്ന ഉയർച്ചയൊക്കെ ഉണ്ടായെന്ന് തന്നെ. പിന്നെ അയാളുടെ ഉയരം കണ്ട് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഞാനേ 25,000 രൂപ എവിടെന്നെങ്കിലും മറിക്കാൻ നോക്കാം. തന്നെ. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു 12,000 രൂപയുടെ മുൻകൂർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് കൊടുത്താ മതി. അതും കൊടുത്താ? വാ മക്കളെ, അപ്പൊ നാളെ തന്നെ പോയി നമുക്ക് ശംഖ് മേടിക്കണം. ഒരെണ്ണോറ്റേ ഉള്ളു. വേണ്ടേ? വല്ലതും നടക്കുവോ? നടക്കുമല്ലോ. നടന്നു ഇനി വന്നാണ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാമോ? ശരിയാക്കി തരാം. ശംഖ് ഞാൻ വാങ്ങിച്ചു തരാം. കൊച്ചമ്മ ഇവിടെ ഇരിക്കായിരുന്ന? കൊച്ചമ്മ, ഞാൻ ഒരു രഹസ്യം പറയാനാണ് വന്നത്. എന്താടാ? നമ്മുടെ കൊച്ചമ്മണിയും സുരഭിയും കൂടെ ശംഖ് വാങ്ങിക്കാൻ പോകുന്നു. അയ്യോ, ശംഖു വാങ്ങിക്കാൻ? ശംഖു അല്ല, ശംഖ്, വലംപിരി ശംഖ്. ശംഖ് വാങ്ങിക്കാൻ? വലംപിരി ശംഖ? അതെ കൊച്ചമ്മ. അതായത് എന്തിനാണെന്ന് അറിയാമോ? ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്താണ് അത് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുരഭി പിക്കിൾസ് ഒന്നാമതെത്തുന്നാ പറയുന്നത്. ഇപ്പോൾ അവിടെ ചുമ്മാ വല്ലതൊക്കെ പറയാതെ ഒരു വലംപിരി ശംഖ് വാങ്ങിച്ചു വെച്ചാ ബിസിനസ് അങ്ങ് പൊങ്ങി അങ്ങ് പോവെങ്കിലേ എങ്കിൽ പിന്നെ ബിസിനസ്സുകാരെല്ലാം അതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ മതി, അധ്വാനിക്കണ്ടല്ലോ. അയ്യോ കൊച്ചമ്മ, ഇത് നിസ്സാരമായിട്ട് കരുതരുത്. സുരഭിയുടെ പേരിൽ പ്രത്യേക പൂജയൊക്കെ ചെയ്താണ് വാങ്ങിക്കുന്നത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നാമതെത്തും എന്നുള്ളത് ഉറപ്പാ. എന്റെ പൊത്തു, ബിസിനസ് വളരണമെങ്കിലേ ഈ പറയുന്ന പൂജയും മന്ത്രം കൊണ്ടൊന്നും പറ്റത്തില്ല. അതിന് നല്ല ബുദ്ധിയും അധ്വാനവും വേണം. മനസ്സിലായോ? വലംപിരി ശംഖ് പോലെ രണ്ടിന്റെയും പിരി ഇളകി കിടക്കും. അതാണ് കാരണം. ഞാൻ കൊച്ചമ്മ കൊച്ചമ്മ ആരുടെ പിരികളെ കിടക്കുന്ന കാര്യോ പറഞ്ഞത്? അയ്യോ, അതെ, ഇവൻ ഇങ്ങനെ കൂടെ കൂടെ വന്ന് ഓരോ മണ്ടത്തരങ്ങളും വിളമ്പും. ഇവന്റെ പിരി ഇളകിയ കാര്യമാണ് ഞാൻ പറഞ്ഞു. എന്റെ പിരി ഇളകുന്ന കാര്യം അല്ലേ? പുതിയ വല്ല മണ്ടത്തരങ്ങൾ ഒപ്പിച്ചാ? ഓ എന്റെ സുനീതേ, കാര്യം ഒന്നുമില്ല. നമ്മളെ കൊച്ചമണി സുരഭിയും കൂടെ ഏതാണ്ട് ഒരു വലംപിരി ശംഖ് വാങ്ങിക്കാൻ നടക്കുന്നത്. ഇത്രയേ ഉള്ളു സംഗതി. അത്രേ ഉള്ളൂ. വലംപിരി ശംഖോ? ഒരെണ്ണം വാങ്ങിക്കണം പറഞ്ഞ് നടക്കുമായിരുന്നോ? ആണോ? ആ. അതിന് അതിരിക്കുന്നിടത്ത് സമൃദ്ധി, ഐശ്വര്യവും സമ്പത്തൊക്കെ വന്നു ചേരുമെന്ന്. കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും,
ഇത് പോയിട്ട് എന്താ എവിടാ കിട്ടുമോ എങ്ങനെയെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വിശദ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും ശരി കൊച്ചമ്മ, ഞാൻ അന്വേഷിക്കാം. കേട്ടോ അന്നേരം അത് വേണ്ടതുപോലൊക്കെ ചെയ്തോട്ടെ. അന്വേഷിക്കാം കേട്ടോ. പ്രയാസപ്പെടണ്ട. അമ്മ ജോത്സ്യരെ വിളിച്ച് പറ. വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാണ് കാര്യം? പൈസ മുഴുവൻ കൊണ്ട് കൊടുത്താലേ അങ്ങേ ഒരു പൂജ തുടങ്ങുള്ളു. എന്തായാലും ഒന്ന് വിളിച്ച് പറ. ആ ഹലോ ജോത്സരെ, കൊച്ചമണിയാണ്, മനസ്സിലായ? ഓ പൈസ റെഡി ആയിട്ടുണ്ട് കേട്ടാ, ഞാൻ അങ്ങ് തിരിക്കാൻ പോണ്. യോ വരണ്ടേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ മുൻകൂർ പൈസ തന്നില്ലേ? എന്തോന്ന് എന്തോന്ന് മക്കളെ അത് കിട്ടൂല. എന്ത്? ആരോ ഇരട്ടി വില കൊടുത്ത് മേടിച്ചോളാന്ന് അവരെ വിളിച്ചു പറഞ്ഞെന്ന്. ആര്? ആ എന്നാലും ഇത് വല്ലാതെ ചതിയായി പോയല്ലോ അമ്മ. ഇതിന്റെ ഇടയിൽ ആരിതിങ്ങനെ ചെയ്ത്? അത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിരുന്നേല്ലേ. ഏതവനാണെങ്കിലും ആണായാലും പെണ്ണായാലും അവൻ ഒരു കാലത്തും ഗതി പിടിക്കൂല. ഹലോ, സംഗതി കിട്ടി. ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല, ആരറിയേയില്ല. ശരി ശരി ശരി. മുത്തോട്ടാ, എന്തോന്ന് കയ്യിൽ? എന്തോന്ന്? ഒന്ന് ഫോണ്. അല്ല മറ്റേ കയ്യില് മറ്റേ തത്തക്കപ്പത്തക്കോ എന്താന്ന്? തത്തക്കപ്പിത്തക്കല്ല, അത് ശീമച്ചക്ക. കയ്യിലെന്തോന്ന്? കയ്യിൽ തന്നെ ശീമച്ചക്ക. കാണിച്ചാണ്. അതാ ശിവചക്ക. ശിവചക്ക എങ്ങനെ പട്ടില് പൊന്നി വെച്ചിരിക്കണേ? എങ്ങനെ വേണമെങ്കിലും പൊതിയാലോ. ഇല കിട്ടാത്തോണ്ട് പട്ടിൽ പൊന്നി. പിന്നെ ഈ ശീമച്ചക്ക മസാല ഇട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ കറി വെക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ്, സൂപ്പറാണ്. എനിക്കത് പച്ചോളാൻ വയ്യ, ഞാൻ പോയിട്ട് വരട്ടെ, സമയമില്ല. ശീമച്ചക്ക എന്തോ കള്ളത്തരമുണ്ട്. കൊച്ചമ്മ, ഓ കൊച്ചമ്മ, വരം പിരിച്ചാൻ ഭഗവാനെ, ഇനി എന്റെ കൊച്ചമ്മ വെറുതെ ഇരുന്നാ മതി, സമ്പത്ത് വന്ന് കുഞ്ഞു കൂടും. എടാ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുമെങ്കിലേ ഇങ്ങനെ എന്തിനാ ഇത് വിറ്റത്? കാശിന് വല്ല ആവശ്യം കാണും. കാശിന് വല്ല ആവശ്യം കാണും കൊച്ചമ്മ. ഇങ്ങനെ വിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഈശ്വരാ ഭഗവാനെ. പോണം. എവിടെ പോന്നു? പോണെന്ന്. പോണം. ഹലോ, അതെ സുഹാസിനിയാ. ഓ എന്റെ പൊന്ന് സാറേ, നിങ്ങളെ വിളിച്ച് വിളിച്ച് ഞാൻ മടുത്തു. എനിക്ക് മതിയായി, അതുകൊണ്ടാണ് വിളിക്കാത്തത്. എത്ര നാളായി 3 ലക്ഷം രൂപ തരാനില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ പലിശയും കൂടി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ എത്ര രൂപയായിരുന്നു എന്റെ ബാങ്കില്? ഉള്ളതെങ്കിലും ഇനി കിട്ടട്ടെ സാറേ. അയ്യോ, ഇന്നോ? അയ്യോ താങ്ക് യു സാർ. ഞാനേ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇപ്പോഴയക്കാം കേട്ടോ. ഓ വലിയ സന്തോഷം. ഇച്ചിരി കാശിന് ആവശ്യമുള്ള സമയമായിരുന്നു. താങ്ക് യു താങ്ക് യു. അയ്യോ എന്ത് കൊച്ചമ്മ? അയ്യോ എടാ മുത്തു, ചുമ്മാതല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കിട്ടാതെ കിടന്ന 3 ലക്ഷം രൂപ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ വരും. കണ്ടാ, ശംഖ് വന്നതിന്റെ ഐശ്വര്യം കണ്ടാ. ഇനി അങ്ങോട്ട് സമ്പത്ത് വരാൻ പോവല്ലേ. ഇപ്പൊ വിശ്വാസമായല്ലോ കൊച്ചമ്മക്ക്. ശരാ ഭഗവാനെ, മഹാലക്ഷ്മി ഭഗവാനെ. എന്തോന്ന് ഇവിടെ? എന്തോന്ന്? അത് ശംഖ്, വലംപിരി ശംഖ്. ശങ്കാണെന്ന് മനസ്സിലായി. അയ്യോ, ഈ ശങ്കല്ലേ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിരുന്നത്. വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നാ? എന്തോ ഞാനും എന്റെ അമ്മയും വാങ്ങാൻ വേണ്ടിയിരുന്ന ശങ്ക ഇത്. എവിടെ ഇരുന്നതല്ലേ ഉള്ളൂ, വാങ്ങിച്ചില്ലല്ലോ. അത് തന്നെ. എന്നാലും ഞാനും എന്റെ അമ്മയും വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ശങ്കായിരുന്നു. ഓ, അമ്മ വാങ്ങിച്ചല്ലേ അത്. ഞാൻ എത്ര കാലമായിട്ട് പറയുന്നത്, നീ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കൊച്ചമ്മ എന്നെ പറയുന്നത്, അതാണ് വാങ്ങിച്ചത്. പൂജ മുറി വെക്കാൻ എനിക്ക് ഒരു വലംപിരി ശംഖ് വേണം. 2 കൊല്ലമായിട്ട് പേരോട് പറഞ്ഞു. എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം. അല്ല, സുരഭി ഇവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്, 2 ഇവിടെ തന്നെയാണല്ലോ വരുന്നത്, ഇല്ലേ കൊച്ചമ്മ? അത് തന്നെ. അയ്യോ അതങ്ങനെയല്ല, അമ്മയുടെ നാളും പേരല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പൂജിച്ച് വാങ്ങിച്ചതാണ് ഈ ശംഖ്. അപ്പൊ അമ്മയ്ക്ക് ഗുണം ഉണ്ടാവും, എനിക്ക് എങ്ങനെ ഗുണം ഉണ്ടാവണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വീട്ടിലാണ് ബന്ധോ സ്വന്തം ഒന്നും വിലയില്ലേ? ദൈവമേ ഭഗവാനെ, ഞാനേ ഇതൊന്ന് കൊണ്ടുപോയി പൂജ മുറി കൊണ്ട് വെക്കണം. കൊണ്ടുവയ്ക്കണം കൊച്ചമ്മ. എന്റെ വലംപിരി ദേവാ ഭഗവാനെ സ്വരൂപ. ഞാൻ പിടിക്കണോ അമ്മ? വേണ്ട, എല്ലാരും തുടരണം. എന്റെ അമ്മേ.
കൃഷ്ണ ഗുരുവായൂരപ്പ. ഐശ്വര്യം വരട്ടെ എന്റെ പൊന്നെ. മുത്തുവണ്ണ ആ സത്യം പറ, എന്താണ് സത്യം? അമ്മയെടുത്ത് പറഞ്ഞു കൊടുത്തത് മുത്തുവണ്ണനല്ലേ ഞാൻ ആ ശംഖ് വാങ്ങിക്കാൻ പോണ കാര്യം? അയ്യോ എന്റെ അമ്മയുടെ ഞങ്ങളല്ല. കൊള്ളം പറയരുത്. ഞാൻ വേറെ കാര്യം പറയട്ടെ. കൊച്ചമ്മ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ്. എന്തെന്ന്? അല്ല എനിക്ക് ഇങ്ങനെ സുരഭി ശംഖ് വാങ്ങിക്കുന്ന കാര്യം എനിക്ക് അറിഞ്ഞേ കൂടാ. അറിഞ്ഞൂടായിരുന്നു? ആ സത്യമായിട്ടും? ഇല്ല അറിഞ്ഞൂടാ. കൊള്ളം പറയരുത്. അമ്മേനെ അറിഞ്ഞൂടാ. സത്യം പറ. അറിഞ്ഞൂടാ. സത്യമായിട്ടും? അറിഞ്ഞൂടാ. സത്യമായിട്ടും? എന്തോ കൊച്ചമ്മ? അയ്യോ, ഓ മുത്തോ, ഓ ഓടിവാ. ഓ എന്റെ ദൈവമേ, എന്ത് പറ്റിയത്? ആരാടാ ഈ കസേര ഇവിടെ കൊണ്ടിട്ടത്? കസേര ആരും ഇവിടെ കൊണ്ടിട്ടത്? കസേര ഇവിടെ തന്നെയാണല്ലേ കിടന്നത്? ഓ, അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ആ ശംഖ് വെച്ചേച്ച് പൂജാമുറിയില്ല ഒരു തട്ട് എന്റെ അമ്മച്ചിയോ. അയ്യോ എടാ എനിക്ക് എന്തോ പറ്റിയടാ, കാല് പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. എന്തോ വേണ? അയ്യോ വിരല് തെറ്റിയാണ് കൊച്ചമ്മ. അയ്യോ പെരല് തട്ടിയോ? പെരല് തട്ടിയാ ഇങ്ങനെ വേറെ മുറുവണ്ടിടാ. തയ്ച്ചോട്. ചുമ്മാരി മുറി വേണ്ട. ഓ എന്റെ വേദന എനിക്കെല്ലാം അറിയാം. അമ്മ ചെറുതായിട്ട് കാലും തട്ടിയതല്ലേ ഉള്ളൂ. ഓ ഒരു കാലെത്തും. അപ്പൊ മറ്റേ കാലെത്തൂലേ? പൊടി, ഒരു കാലത്ത് നിനക്കൊന്നും എന്റെ വേദന എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കൊച്ചമ്മ നമുക്ക് ആശുപത്രി പോവാം. അതമ്മ നല്ലത്. ഓ എന്റെ പൊന്നെ, എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോ. കാലിനകത്ത് എല്ലാം 5-6 കഷ്ണമായിരുന്നു. ഓ നമുക്ക് ആശുപത്രി പോവാം കൊച്ചമ്മ. എന്താ എന്തു പറ്റി? അമ്മയുടെ കാല് കണ്ട് ചെറുതായിട്ട് ഇവിടെ തട്ടി. അതിനാണ് ഈ അമ്മ കിടന്ന് ഇങ്ങനെ കരയുന്നത് ചെറുതായിട്ട് അല്ലേ? എന്റെ പൊന്നുമോനെ, ഞാനാണ്ടാ ശംഖൊന്ന് പൂജമുറി കൊണ്ടുവച്ചിട്ട് തിരികെ ഒരൊറ്റ തട്ട് എല്ല് പോയെന്ന് തോന്നുന്നു. എന്താണോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം കൊച്ചമ്മ. വരണോ അമ്മ? ഹോസ്പിറ്റലിൽ പോവാം. ആ പിടിക്കണോ? അയ്യോ ഒന്നും വേണ്ട. ഓ എന്റെ കാല് ഒന്ന് നേരെ ആവട്ടെ. ആദ്യം എനിക്ക് കാലനക്കാൻ പറ്റട്ടെ, എന്തെങ്കിലല്ലേ പോവാനും പോളൂ. അല്ല കൊച്ചമ്മ, ഓഫീസിൽ പോയ ആളിതാ ഇവിടെ വന്നിരിക്കുന്നു. ആര്? പ്രക്ഷോഭണ്ണേ നീ പോയില്ലടാ പറഞ്ഞ പോലെ. അല്ലമ്മ, എനിക്ക് ബാങ്കിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു, അതാ ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. എന്തിന്? ശ്രീധന്യ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. ശ്രീധന്യ പറഞ്ഞു. ഈ ശ്രീധന്യ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ബാങ്ക് ഡീറ്റെയിൽസും ചോദിച്ചടാ. ചോദിച്ചു നമുക്ക് തരാനുണ്ടായിരുന്ന 3 ലക്ഷം രൂപയില്ലേ, അവരിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്താലാന്ന് പറഞ്ഞു. അപ്പൊ OTP പറഞ്ഞു കൊടുത്താ? അല്ല പിന്നെ കാശ് കിട്ടണമെങ്കിൽ പിന്നെ OTP പറഞ്ഞു കൊടുക്കാതെ പിന്നെ എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ? ശംഖിന്റെ നല്ല ബെസ്റ്റ് പവർ. ഞാൻ പറഞ്ഞില്ലേ കൊച്ചമ്മ. അത് തന്നെ സത്യം. അമ്മ ബാങ്കിൽ കിടന്ന് 6 ലക്ഷം രൂപയാണ് പോയത്. ഓൺലൈൻ തട്ടിപ്പ് വരാ. എത്ര? 6 ലക്ഷം. 6 ലക്ഷം എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയാ? അമ്മ അയ്യോ എന്റെ 6 ലക്ഷം പോയേ. ഓ, എന്റെ കാല്. ഓ, സുരഭി. അയ്യോ എന്താ കൊച്ചമ്മ അയ്യോ എടി കൊച്ചേ, ആ ശംഖ് നീ എടുത്തോ കേട്ടോ. അയ്യോ എനിക്ക് വേണ്ട. വേണോ അമ്മയ്ക്ക്? വേണ്ട, അമ്മ എന്നെ എടുത്തോ. നീയല്ലേ വേണോന്ന് പറയും നടന്ന, നീ അതൊക്കെ എടുത്തോ. അല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വേണ്ട അല്ലേ അമ്മ? അയ്യോ ഇതിപ്പോ മറ്റേ കാര്യം കൂടി പറഞ്ഞിരുന്നെങ്കി ഒറ്റബോധം കെടലില് കാര്യം കഴിഞ്ഞേനെ. ഏത് മറ്റേ കാര്യം എന്തോന്ന്? അല്ല അത് പിന്നെ ഈ എന്തോന്നാ? അണ്ണാ ഞാൻ പറയാം. അമ്മയുടെ കമ്പനിയിലെ മറ്റേ കറി പൗഡർ ഇല്ലേ, അത് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വന്ന് റേഡിയോ എടുത്തോണ്ട് പോയി. അയ്യോ ആ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കൊക്കെ എന്തോ മായം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എല്ലാം സീൽ ചെയ്തെന്നാണ് പറഞ്ഞു കേക്കണത്. അയ്യോ എന്തോന്ന്? അയ്യോ അയ്യോ ശീലം വെച്ച്. അയ്യോ, അമ്മ. അയ്യോ അമ്മ അമ്മ കൊച്ചമ്മ അമ്മ കൊച്ചമ്മ എടാ എല്ലാം തണ്ട ഈ നിൽക്കുന്ന ഇവൻ, ഈ മഹാഭാവി ഇവനാണടാ കാരണം. എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് നിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എല്ലാം ശംഖിന്റെ പവർ ആയിരിക്കും അല്ലേ? ശങ്കിന്റെ പവർ. അത് കളിപ്പീര് ശങ്കാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അയ്യോ എല്ലാം എനിക്കറിയാം മോനെ. ഈശ്വരാ എന്റെ എല്ലാം പോയി. അയ്യോ ആ ശംഖ് എടുത്തോണ്ട് കളയടാ സാധനം. കൊച്ചമ്മ നമുക്ക് ഒരു ദിവസം കൂടെ നോക്കിയിട്ട് മാറ്റിയാ പോരെ? അങ്ങനെ ഒരു ദിവസം കൂടെ നോക്കാം. ഒരു നിമിഷം പോലും ആ ശംഖ് ഇവിടെ ഉണ്ടാവരുത്. ഇപ്പൊ ഇറങ്ങിക്കോണോ അത് എടുത്തോണ്ട്. കൊള്ളപ്പന്നി ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. വീട്ടിൽ ചെന്ന് നോക്കിയപ്പം പൂട്ടിട്ടിട്ട് പോയേക്ക്.
മഹാഭാവി നീ ഇതെവിടെ പോയടാ തൊലയാനായിട്ട്? ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആരുമില്ലേ? രാവിലെ തന്നെ ഇവിടെ ഭിക്ഷക്കാരുമായിട്ട് മുത്തുവായിരുന്നോ? ഞാൻ വിചാരിച്ചു ഏതാ ഭിക്ഷക്കാരെ വന്ന് ഭിക്ഷ കഴിക്കാൻ കാത്തിക്കുന്നു. എന്ത് പറ്റിയട നിനക്ക്? ഒന്നും പറ്റിയില്ല. എന്റെ കൊച്ചമ്മയുടെ ഉണ്ടെങ്കി എന്തിനാ എന്നാ ചാടി കഴിക്കാൻ വരുന്നത്? എന്റെ പൊന്നുമേനോനെ, ഞാൻ ആകെ തിക്കട വിട്ട് നിൽക്കാണ്. പോ. നിക്കറ് പൊട്ടി നിൽക്ക്. നിക്കറ് പൊട്ടിന്നല്ല, തിക്കട വെട്ടിന്ന്. ഓ, താൻ പിന്നെ വന്നോ? വന്നു. ഓ, വരാതിരിക്കാൻ കഴിയില്ലല്ലോ. സിൻസിയർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ആപത്ത് ഘട്ടങ്ങളിൽ വേണ്ടേ ഓടിയെത്താൻ, അതുകൊണ്ട് വന്നു. എന്തോ ആപത്ത് ഘട്ടം? ഇന്നലെ ക്ലബിൽ വെച്ചാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. എന്ത്? അത് കേട്ടപ്പോ സത്യത്തില് എനിക്ക് ഷോക്ക് അടിച്ച പോലെ പോയി. അയ്യോ, ശരിയായിരിക്കും. അതാ ഒരു കരിവാളിപ്പുണ്ട് ആ ഷോക്കിന്റെ. പിന്നെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ എന്റെ ചില സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ അങ്ങ് ഒതുക്കി തീർത്തേക്കട പിള്ളേരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മേനോൻ സാറിന് വലിയ ബുദ്ധിമുട്ടല്ലേ, വിട്ടുകളയണം. വിത്ത് മൈ പ്ലഷർ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ അങ്ങോട്ട് വന്നത്. അതിനിപ്പോ വീട്ടുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊരു കുടുംബ വഴക്കിലേക്കൊന്നും പോകരുത് കേട്ടോ. ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലേക്ക് റിപ്പോർട്ട് അയച്ചത് പുറത്തുള്ള ആരുമല്ല, ഈ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്. ഇനിയിപ്പോ അത് പരസ്പരം ചോദിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായിക്കോളും. നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് അറിഞ്ഞപ്പോൾ അത് ഇവിടെ വന്ന് പറയാനുള്ള ഒരു ത്വര കൊണ്ട് ഓടി വന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായിക്കോളും. ശരി, ഇവിടെ ഉണ്ടായിരുന്ന ആളോടെ പോയാ കൊച്ചമ്മ, ഓ, മേനൻ എന്തിനു വന്നത്? ഓരോരോ കുടുംബകലഹം ഉണ്ടാക്കാൻ, അല്ലാതെ എന്തുവാ? ഫ്രോഡ് പണിയായിട്ട് രാവിലെ ഇറങ്ങിക്കോളും. കള്ളൻ തന്നെ. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. നീ ആ ശംഖ് എവിടെ കൊണ്ടുവച്ച്? അത് 2 സെക്കൻഡ്. ഹലോ, പറടാ ബഷീറേ. എപ്പ? അയ്യോ, ഓ ശരി. എന്തുവാടാ? മേന ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആ കാർ നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമർ കൊണ്ട് ഇടിച്ചത്. ഇവിടെ വന്നപ്പോഴേ ഷോക്ക് അടിച്ചൊരു കരുവാളിച്ചിരിക്കുവായിരുന്നു. കറക്റ്റാ, അത് പറഞ്ഞത് കറക്റ്റാണ്. ഷോക്ക് അടിച്ചതുപോലെ തന്നെ കൊണ്ട് ട്രാൻസ്ഫോമർ തന്നെ ഇടിച്ച് കയറ്റിയത്. അതൊക്കെ ഇരിക്കട്ടെ. നീ ആ ശംഖ് എവിടെ വെച്ചു അത് പറ. ആ ശംഖാണ് മേനോന്റെ കാറിനകത്ത് ഞാൻ കൊണ്ടുവച്ചത്. എവിടെ? നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നല്ലോ, ആ സമയത്ത് പെട്ടെന്ന് കൊണ്ടുവന്ന ആ കാറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ കൊച്ചമ്മ, അതിന് നല്ല പവർ ഉണ്ടെന്ന് ശംഖിന്. അയ്യോ, ശങ്കർ പവറുണ്ട്, ശക്തിയുണ്ട്, എല്ലാം ഉണ്ട്. എന്തോ ശംഖം എന്തോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് വലിയ പൊട്ടു. നീ ആള് കൊള്ളാം കേട്ടോ. ഈശ്വര.